നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാറിലെ പ്രകൃതി രമണീയതയ്ക്ക് നടുവിലാണ് എന്ന് പറയാം. നമ്മൾ നാട്ടിൽ നിന്ന് മൂന്നാർ വരെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നതാണ്. നമ്മൾ ഡ്രൈവ് ചെയ്ത വാഹനം മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ ബ്രെസ എന്ന് പറയുന്ന മോഡൽ, അതായത് 2022 മോഡൽ ബ്രെസ. ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫീച്ചറുകളുമായിട്ട് വന്നിട്ടുള്ള മോഡലായിരുന്നു 2022 മോഡൽ ബ്രെസ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും കൂടിയാണ് വന്നത്. ആ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സുപരിചിതമായിട്ടുള്ള മുഖങ്ങളാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ബ്രെസ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ചില പ്രത്യേക സവിശേഷതകൾ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ട പ്രത്യേകതകൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. രണ്ടായിരത്തി 2023 മോഡൽ ബ്രെസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, സാധാരണ ബ്രെസയിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ. 360 ഡിഗ്രി ക്യാമറ, സൺറൂഫ് വന്നു. അതുപോലെ തന്നെ ലുക്ക് വൈസ് പലരും റേഞ്ച് റോവറിനോട് തത്തുല്യമെന്ന് വിശേഷിപ്പിച്ചു. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള SUV ആണ്. അതുപോലെ തന്നെ സ്റ്റാർ റേറ്റ് പരിഗണിക്കുന്ന ആളുകൾക്ക് 4 സ്റ്റാർ റേറ്റിംഗ് കൂടി ഉണ്ട് എന്നുള്ളതും ഒരു സവിശേഷതയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ബ്രെസയുടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒന്ന് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ട്രോളൻ ഉബൈദ് ഇബ്രാഹിം, അതുപോലെ തന്നെ ഇൻഫർമേറ്റീവ് വ്ളോഗുകളുടെ സജീവമായിട്ടുള്ള നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായിട്ടുള്ള AF വേൾഡ് ബൈ അഫ്ലു, അതുപോലെ തന്നെ അശ്വിൻ മാടമ്പള്ളി, അതുപോലെ ട്രോളിലൂടെ മറ്റു വകഭേദങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള അഷ്കർ ടെക്കി തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള യൂട്യൂബേഴ്സാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരെയായിട്ട് ഇൻവൈറ്റ് ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്താം. അതാണ് നമ്മുടെ ഇൻവോൾവ് 1 എന്ന് പറയുന്ന കമ്പനിയുടെ മസ്ക് എന്ന് പറയുന്ന എയർ പെർഫ്യൂം. ഇത് മസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാഗ്രൻ്റ് ആണ്. ഇൻവോൾവ് 1 എന്ന് പറയുന്ന കമ്പനിയാണ്. നമ്മൾ പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. 300 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ 3M സ്റ്റിക്കർ തരും. അത് നമുക്ക് കപ്പ് ഹോൾഡറിൽ ലോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു കപ്പ് ഹോൾഡറിൽ കൊള്ളുന്ന ഒരു സൈസാണിത് എന്നുള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ 3M സ്റ്റിക്കറും കൂടി ചെല്ലുന്ന സമയത്ത് ഇത് ഇളകി കളിക്കില്ല, കറക്റ്റ് ഫിറ്റായിട്ട് അവിടെ നിന്നോടും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, 300 രൂപയാണ് ഇതിൻ്റെ വില. 300 രൂപ കൊടുത്ത് നമ്മളിത് വാങ്ങുകയാണെങ്കിൽ ഒരു 3 മാസ കാലയളവ് നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്ന് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വുഡൻ ബ്രിക്കുകളാണ്. ആ ഒരു ബ്രിക്കിൽ നിന്നാണ് ഈ സ്മെല്ലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കെമിക്കലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ലീക്ക് ഉണ്ടാവില്ല തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളും ഉണ്ട്. പിന്നെ നമുക്കൊരു 10% ഡിസ്കൗണ്ടൊക്കെ കിട്ടും. അതായത് നമ്മളൊരു കൂപ്പൺ കോഡ് കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് 10% ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് വാങ്ങാൻ കഴിയും. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. നമ്മൾ പലപ്പോഴായിട്ട് പരിചയപ്പെടുത്തി ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മസ്ക് എന്ന് പറഞ്ഞാൽ ഒരു മസ്ക് ഫ്രാഗ്രൻ്റ്, അതായത് അറബിക് ഫ്രാഗ്രൻ്റ് പോലത്തെ സംഭവം. പിന്നെ ഒരു കാര്യം, ഇത് നമുക്ക് സ്മെല്ല് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കൂടുതൽ സ്മെല്ല് കിട്ടും, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കുറഞ്ഞ സ്മെല്ല് മതി. അപ്പം സ്മെല്ല് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ശരിക്കും ഇതൊരു ഭയങ്കര ഫ്ലഷി സ്മെല്ലാണ്. തലവേദന ഉണ്ടാക്കുക, അങ്ങനത്തെ അസ്വസ്ഥതകളൊന്നും തന്നെ ഉണ്ടാവുന്നില്ല. ഒരുപാട് ആളുകൾ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. നമ്മൾ പലരോടും ഫീഡ്ബാക്ക് ചോദിച്ചിട്ടുണ്ട്, അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെയും ഇത് കിട്ടുമെന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ചായിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അഫ്ലു ബ്രോ, വെൽക്കം ടു അവർ ചാനൽ. താങ്ക് യു. അപ്പം നമ്മൾ ഒരു ദിവസത്തിൽ കൂടുതലായി, ശരിക്കും 2 ദിവസമായില്ലേ ബ്രെസയായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ബ്രെസയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? പേഴ്സണലി എനിക്ക് പറയാനാണെങ്കിൽ അതിൽ വന്നിട്ടുള്ള പുതിയ ടെക് ഫീച്ചേഴ്സ്, കുറച്ചുകൂടി ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഫീലൊക്കെ തരുന്ന തരത്തിലുള്ള ടെക് ഫീച്ചേഴ്സ് തന്നെയാണ് കുറച്ചുകൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. ഒന്നാമതായിട്ട് നമ്മുടെ ഹെഡ് അപ്പ് ഡിസ്പ്ലേ. അത് നമ്മൾ പല ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന ഒരു ഹോളോഗ്രാം ടൈപ്പിലൊരു സംഭവം എന്നൊക്കെ പറയുന്നത്, അത് സുസുക്കിയുടെ ഒരു വണ്ടിയിൽ വരിക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 360 ഡിഗ്രി ക്യാമറ. പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് നേരിടുന്നത് സൈഡ് കാണാൻ. ആ ഒരു വിഷയത്തിൽ സുസുക്കി ചെയ്തിട്ടുള്ള 360 ഡിഗ്രി എന്ന് പറഞ്ഞ പുതിയ ഫീച്ചർ എന്തുകൊണ്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ നമ്മുടെ സൺറൂഫ് സത്യം പറഞ്ഞാൽ മലയാളികൾ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതിന്റെ ഉപയോഗം മറ്റൊന്നാണ്. എങ്കിലും എന്ത് തന്നെ ആയാലും ഈ ഒരു വാഹനത്തിൽ അത് വന്നത് എന്തുകൊണ്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ യാത്രക്കിടയിൽ അഫ്ലു ബ്രോ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? അതെ, ഇത് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സിന്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കാറുകളിലും പുതുതായിട്ട് ഈ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ഒന്ന് ഉഷാറാവുമായിരുന്നു എന്നുള്ളൊരു കാര്യം തോന്നി. ഏതായാലും സംഭവം ഓവറാൾ നോക്കുമ്പോൾ ലുക്ക് വൈസ് ഒക്കെ ആണെങ്കിൽ അടിപൊളി. ലുക്ക് വൈസും അതേപോലെ തന്നെ ഇരുന്ന് യാത്ര ചെയ്യാനുള്ള കംഫർട്ടാണ് ഒക്കെ അടിപൊളി. ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് അഫ്ലുവിനെ പോലെ തന്നെ എല്ലാവർക്കും സുപരിചിതനാണ് അശ്വിൻ മാടമ്പള്ളി. ശരിക്കും മാടപ്പള്ളിയാണ്, മാടമ്പള്ളി ഞങ്ങൾ തമാശക്ക് മാടമ്പള്ളിയിൽ. അപ്പം അശ്വിൻ, എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ 2 ദിവസത്തെ യാത്രക്കിടയിൽ? നമ്മൾ മൂന്നാറേക്ക് കംപ്ലീറ്റ്ലി വന്ന ഇതിലാണ്. ഞാൻ ബാക്ക് സീറ്റിലും ഫ്രണ്ട് സീറ്റിലുമായിട്ട് മാറി മാറി യാത്ര ചെയ്തു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ റൈഡിങ് കംഫോർട്ടാണ്. മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നല്ല ഒരു പുറകിലിരിക്കുകയാണെങ്കിലും
നമ്മൾ ഈ കയറ്റം കയറുമ്പോൾ ഒരു ആടലിങ്ങനെ ഉണ്ടാവില്ല, അതൊന്നും അറിയാതെ തന്നെ നമ്മൾ നല്ല സുഖമായിട്ട് കയറി വന്നു. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ തന്നെ നല്ല ഹെഡ് റെസ്റ്റും എല്ലാ കംഫോർട്ടും ഒക്കെയാണ്. അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും സീറ്റിംഗ് കംഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അതാണ് ഞാൻ ശ്രദ്ധിച്ചൊരു ടെക് ഫീച്ചർ. എനിക്ക് ഇതിന്റെ 360 ക്യാമറ, അത് സാധാരണ എല്ലാവരും പുറത്തുനിന്ന് എക്സ്ട്രാ വയ്ക്കുകയാണ്, ഇത് ഇൻബിൽട്ട് ആയിട്ട് ഇതിന്റെ അത് വരുന്നു വലിയൊരു ഫീച്ചറാണ്. നേരത്തെ നമ്മുടെ അഫ്ലു പറഞ്ഞ പോലെ തന്നെ ഈ ചെറിയ ഇടുങ്ങിയ വഴിയൊക്കെ എടുക്കുന്നത് നമുക്ക് പേടിയാണ്, സൈഡിൽ ടയർ പുറത്തേക്ക് പോകുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ 360 ഇൻബിൽട്ട് ആയിട്ട് വരുന്നു, എന്തുകൊണ്ട് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് അത്ര 2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സെറ്റ്. അപ്പോൾ നടക്കട്ടെ. ഓക്കെ, അടുത്തതായിട്ട് എൻ്റെ കൂടെയുള്ളത് ഉബൈദ് ഇബ്രാഹിം. വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളൊക്കെ സ്നേഹത്തോട് ഉബൈദക്ക എന്ന് വിളിക്കുന്നു, അത്ര പ്രായമില്ലെങ്കിലും ഞങ്ങളൊരു യൂണിഫോമൊക്കെ ആയിട്ടുള്ളത്. ട്രോൾ ആസ്വദിക്കുന്ന മലയാളികൾക്കിടയിൽ ഈ പേര് സുപരിചിതമായിരിക്കും, പക്ഷേ അധികം അങ്ങനെ ഫ്രെയിമിലൊന്നും വന്ന് കാണാറില്ല. അധികം കാണൽ അവാർഡ് ഫംഗ്ഷനിൽ മാത്രമാണ് എന്നുള്ളതാണ്. ഉബൈദക്ക, നമ്മുടെ ഈ ഒരു യാത്ര, മൂന്നാറിലേക്കുള്ള യാത്ര നമ്മൾ ബ്രസ്സയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്താണ് ബ്രസ്സയെക്കുറിച്ച് പെട്ടെന്ന് ചോദിക്കുന്ന സമയത്ത് പറയാനുള്ളത്? എനിക്കൊന്നാമത് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഉള്ളിൽ, പിന്നെ സ്ഥല സൗകര്യം ഉണ്ട്, പിന്നെ കംഫർട്ട്, ഇരിക്കാനുള്ള കംഫർട്ട് അത് അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഇപ്പോൾ കുന്നൊക്കെ ഹില്ലൊക്കെ കയറുന്ന സമയത്ത് ആ ഒരു ലാഗ് വരുന്നില്ല, അത്യാവശ്യം കയറി പോകേണ്ടതാണ്. പിന്നെ ബ്രസ്സയുടെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടെക് ഫീച്ചറുകളായിരുന്നു. ധാരാളം ടെക് ഫീച്ചറുകൾ പുതുതായിട്ട് കൊണ്ടുവന്നു, ഈവൻ സൺറൂഫ് അടക്കം കൊണ്ടുവന്നു. അതിനെക്കുറിച്ചൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, അപ്പം ഞാൻ അതിൽ 360 അത് ഒന്നാമത് ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയിൽ അതില്ല, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു യൂസ്ഫുൾ ആണ്. സൈഡും എല്ലാം കാണും, അപ്പോൾ അതൊരു വളരെ നല്ലൊരു ഫീച്ചറാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, വെൽക്കം. നമ്മുടെ അഷ്കർ ടെക്കി സ്റ്റോറിൻ്റെ മുതലാളിയാണ്. അതുപോലെ അഷ്കർ ടെക്കി എല്ലാവർക്കും അറിയാം, നമ്മളൊരു എന്താ പറയുക റിയാക്ഷൻ ചാനലാണ്. അപ്പം അഷ്കർ ബ്രോ, നമ്മൾ 2-3 ദിവസമായിട്ട് ഈ ഇതിനകത്താണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് എന്താണ് ബ്രസ്സ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം തോന്നിയൊരു കാര്യം? ഈ ബ്രസ്സ കാണുന്ന നേരത്തെ ആദ്യം തന്നെ ഒരു റേഞ്ച് റോവറിൻ്റെ ലുക്ക് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് ബ്രസ്സ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അടുത്തത് അഷ്കർ ടെക്കി ബ്രസ്സ എടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അഷ്കർ ടെക്കി വാഹനങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എത്രത്തോളം ഓട്ടോ എന്തൂസിയാസ്റ്റാണ്? ഭയങ്കരമായിട്ട് വണ്ടികളൊക്കെ ഇഷ്ടമാണോ? അതെ, ഭയങ്കരമായിട്ട് വണ്ടികൾ ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. എൻ്റെ ഒരു ഡ്രീം വെഹിക്കിൾ എന്ന് പറയുന്നത് ഒരു BMW എടുക്കണം എന്നാണ്. BMW കുഞ്ഞുനാളിലുള്ള ഒരു ആഗ്രഹമാണ് BMW. ഉടനെ എടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളൊരു ആശംസ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ 2 ദിവസത്തെ ഒരു മൂന്നാർ യാത്രയായിരുന്നു. ആ മൂന്നാർ യാത്രയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രസ്സയുമായിട്ടാണ് വന്നത്. ബ്രസ്സ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റൈഡിങ് കംഫർട്ടായിട്ടുള്ള, പ്രത്യേകിച്ച് നമ്മൾ ഹിൽ സ്റ്റേഷനൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗിയറൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ എവിടെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം. മൈലേജ് എത്ര കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷനിൽ ഡ്രൈവ് ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് 13.5 നമ്മൾ സാധാരണ രീതിയിൽ റോട്ടിലൊക്കെ ഓടിച്ച സമയത്ത്, അതായത് ഹൈവേയിലൊക്കെ ഓടിച്ച സമയത്ത് 17-18 വരെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഏകദേശം ഒരു മൈലേജ് റേഞ്ച് എന്ന് പറയുന്നത്. 13.5 to 14 എന്നുള്ള റേഞ്ചിലാണ് നമുക്ക് ഈ ഹിൽ സ്റ്റേഷനിൽ. പിന്നെ നമ്മളിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഇവിടുത്തെ റോഡ് അത്യാവശ്യം മോശമാണ്. ഇതിന് മുമ്പ് ഞങ്ങൾ വന്ന സമയത്ത് അടിപൊളിയായിരുന്നു, ഇപ്പം കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു. എന്നാൽ ചില ഏരിയ നല്ലതുകൊണ്ട്. അപ്പം ആ ഒരു ഏരിയയിൽ കിട്ടിയ ഒരു റേഞ്ചിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, അതായത് മൈലേജിൻ്റെ കാര്യത്തിൽ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കലി ആയിട്ടുള്ള ഈ ഒരു അപ്ഗ്രഡേഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലുക്ക് വൈസ് നല്ലൊരു മാറ്റം വന്നു. ഒരുപാട് മാരുതി ഒരു വലിയ മാറ്റത്തിൻ്റെ പാതയിലാണ് എന്നുള്ളൊരു കാര്യം കൂടിയൊക്കെ നമുക്ക് പറയാം ആ ഒരു ഇത് വെച്ചാണ്. അപ്പോൾ മൈലേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ബ്രസ്സയായിട്ട് ഇങ്ങനെ യാത്ര ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയ ഒരു ആശയം അത് കുഞ്ഞൊരു വീഡിയോ ആക്കി മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ദീർഘിപ്പിക്കുന്നില്ല, തൽക്കാലം നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.